ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ ചാലക്കുന്ന്. ഏകദേശം ഒരു 10 മാസങ്ങൾക്ക് മുൻപാണ് ഞാൻ ഈ ഭാഗത്ത് വന്നത് കേട്ടോ. അതിനുശേഷം വന്ന മാറ്റങ്ങളാണ് നമുക്കിനി കാണാനുള്ളത്. എന്തായാലും വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. കണ്ണൂർ ഭാഗത്തുള്ള ജനങ്ങളോട് പറയാനുള്ളത് അത് മാത്രം തന്നെ ഉള്ളൂ. കാരണം കണ്ണൂർ ഭാഗത്തുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു ഭാഗങ്ങളാണ് ഒന്ന് ചാലക്കുന്നും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ ബൈപ്പാസും. മുഴപ്പിലങ്ങാട് മുതൽ തളിപ്പറമ്പ് വരെയാണ് ഈ ഭാഗത്തുള്ള കണ്ണൂർ റീച്ച് വന്നിരിക്കുന്നത്. വിശ്വസമുദ്രയാണ് ഈ ഭാഗത്ത് വർക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ചാല ജംഗ്ഷനിലുള്ള അടിപ്പാത കേട്ടോ. ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അടിപ്പാതയുടെ നിർമ്മാണം മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ. ഒരു ഭാഗത്തുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. മറുഭാഗത്ത് ഒരു സൈഡിലുള്ള വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കണം വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ എടുത്തതിന് ശേഷം ഇവിടെ കുറെ മാറ്റങ്ങൾ, ട്രാഫിക് പരിഷ്കരണങ്ങൾ വന്നിരുന്നു. അപ്പൊ അതിനോടനുസരിച്ച് കുറെ മാറ്റങ്ങൾ. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന മാതിരി ആയിരിക്കില്ല നിങ്ങൾ ഇപ്പോൾ ഇതിൽ കൂടെ യാത്ര ചെയ്യുന്നുണ്ടാവുക. കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുന്ന ആളുകളൊക്കെ ഈ ഭാഗത്ത് നിന്ന് ലെഫ്റ്റ് എടുത്ത് അടിപ്പാത മുഖാന്തരമാണ് കൂത്തുപറമ്പ് ഭാഗത്തേക്കും ഇരിട്ടി ഭാഗത്തേക്കൊക്കെ പോകട്ടോ. വേറെ വഴികളുണ്ടാവും, പക്ഷേ ഈ ഭാഗത്തുള്ള ആളുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അടിപ്പാതയുടെ അപ്രോച്ച് റോഡിന്റെ വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. ടാറിംഗ് വർക്ക് കഴിഞ്ഞിരിക്കുന്നു. സ്ട്രീറ്റ് ലൈനിന്റെ വർക്കുകൾ ചെറിയ തോതിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പൂർത്തീകരിച്ചിട്ടില്ല. പെയിന്റിംഗ് വർക്ക് ഇനി നടക്കാനുണ്ട്. ലൈൻ മാർക്കിങ്ങും ഈ ഭാഗത്ത് നടക്കാനുണ്ട്. പക്ഷേ ചാല ജംഗ്ഷനിൽ വന്ന അടിപ്പാതയുടെ മറുഭാഗമുള്ള വർക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. മറ്റേ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാല ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മളെ കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു സൈഡിൽ മാത്രമേ അപ്രോച്ച് റോഡിന്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. മറുഭാഗത്ത് വർക്ക് ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ അവിടെയൊക്കെ ആറി പാനലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കണ്ണൂർ റീച്ചില് മുഴപ്പിലങ്ങാട് മുതൽ തളിപ്പറമ്പ് വരെയുള്ളത്, അതില് കണ്ണൂർ ബൈപ്പാസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു കേന്ദ്രം കൂടിയാണ് നമ്മളെ ഈ ചാലക്കുന്ന്. കാരണം ഇവിടെ വലിയൊരു കുന്നായിരുന്നു. ഈ കുന്ന് പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് റോഡിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. പക്ഷേ വലിയ മാറ്റങ്ങളൊന്നും ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നില്ല. ഞാൻ 2025 ഓഗസ്റ്റ് മാസം എടുത്ത വീഡിയോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ തന്നെ പറയാം ഏകദേശം 9 മാസം കൊണ്ട് ഈ ഭാഗത്ത് എന്ത് മാറ്റമാണ് ഇവർക്ക് കൊണ്ടുവരാൻ സാധിച്ചതെന്ന്. ചെറിയ തോതിൽ മണ്ണിട്ട് ഉയർത്തിയ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഭാഗത്ത് ടാറിങ് കഴിഞ്ഞൊരു ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിലും ചാലക്കുന്നിൽ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും നടന്നിട്ടില്ല. ടാറിങ് വർക്ക് കുറച്ച് ഭാഗത്ത് നടന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും പഴയ റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നതും. 2026 അവസാനത്തോട് കൂടിയിട്ട് നമുക്ക് ഈ ഭാഗത്തുകൂടെ പൂർണ്ണമായിട്ട് 6 വരിപ്പാതയിൽ കൂടെ യാത്ര ചെയ്യാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ അങ്ങോട്ട് മാറ്റി വെക്കുക. കാരണം അത്രത്തോളം വർക്കുകൾ ഈ ഭാഗത്ത് സ്ലോ ആണ്. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി ഇനി മഴക്കാലം തുടങ്ങുകയാണ്. പല ഭാഗത്തും ഇനിയും വർക്കുകൾ പെൻഡിങ് ആവും. അപ്പോൾ ഇതാണ് നമ്മൾ 2025 ഓഗസ്റ്റ് മാസം എടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ ഇതാണ് ചാലക്കുന്ന്. ചാലക്കുന്നിലേക്ക് നമ്മൾ പോവുകയാണ്. പഴയ റോഡാണ് ഇടത് ഭാഗത്തുള്ളത്. ഇവിടെ ഒന്നും കാര്യമായിട്ട് വർക്കുകൾ നടന്നിട്ടില്ല. 2025 ഓഗസ്റ്റ് മാസത്തെ വീഡിയോ ഇട്ടത്. ഇവിടെയൊക്കെ സൈഡിൽ കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സർവീസ് റോഡിന്റെ പണികൾക്ക് വേണ്ടി മണ്ണ് ലെവലാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചാലക്കുന്ന്. ചാലക്കുന്ന് നോക്കിയാൽ നിങ്ങൾ കുറച്ച് ഭാഗത്ത് പഴയ റോഡ് കൂടിയും കുറച്ച് ഭാഗത്ത് പുതിയ റോഡ് കൂടിയാണ് വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി പുതിയ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ കീഴ്ത്തളി എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് മണ്ണിട്ട് ഉയർത്തി പൂർണ്ണമായിട്ട് വർക്കുകൾ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. കാരണം സർവീസ് റോഡിൽ കൂടെ വാഹനം കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും വർക്കുകൾ പല ഭാഗത്തും പെൻഡിങ് ആണ്, പൂർത്തീകരിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇത് മെയ് മാസമാണ്. ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നല്ല മഴക്കാലമാണ് വരാൻ പോകുന്നത്. അപ്പൊ ഇതുപോലെ മണ്ണിട്ട് ഉയർത്തിയ പ്രദേശങ്ങളിലുള്ള പണികളാണ് പെൻഡിങ് ആകാൻ പോകുന്നത്. ചില ആളുകൾ തള്ളി മറിക്കുന്നുണ്ട്. കാരണം പണികളൊക്കെ അവസാന ഘട്ടത്തിലാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എത്രത്തോളം വർക്കുകൾ നടന്നിട്ടുണ്ട്. ഇതാണ് യാഥാർത്ഥ്യം എന്നുള്ളത്. കാരണം എനിക്കിത് തള്ളി മറിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കാണുന്ന കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഏകദേശം 2 മാസം കഴിഞ്ഞാൽ നല്ല മഴ പെയ്യാൻ പോകണം. അപ്പൊ ഇതുപോലത്തെ പണികളൊക്കെ പെൻഡിങ് ആവാൻ പോവുകയാണ്. പിന്നെ പോലെ തന്നെ ഒരു ചെറിയ റോഡ് നിർമ്മിക്കുന്ന മാതിരിയല്ല ദേശീയപാത 66 നിർമ്മിക്കുന്ന അതിൻ്റെതായ കുറെ കാര്യങ്ങളുണ്ട്. പല സ്ഥലത്തും ടെസ്റ്റിംഗ് നടത്തിയിട്ടൊക്കെയാണ് വർക്കുകൾ മുന്നോട്ട് പോകുന്നത്. ചില സമയത്ത് ടെസ്റ്റിംഗ് നടത്തിയിട്ട് വർക്കുകൾ നടക്കുന്ന സമയത്ത് തന്നെ ഇനി പ്രശ്നമായിട്ട് വീണ്ടും അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ ചാലക്കുന്ന്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടില്ല, അതിന് മുമ്പുള്ള ക്ലിപ്പ് കണ്ടല്ലോ. അതും ഇതും തമ്മിൽ നിങ്ങൾ താരതമ്യപ്പെടുത്തി നോക്കി എന്ത് മാറ്റമാണ് ഈ ഭാഗത്ത് വന്നതെന്ന്. ഇപ്പോഴും നിലവിൽ പഴയ റോഡ് കൂടെ തന്നെ വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചാലക്കുന്നിന്റെ അവിടെ മണ്ണെടുത്ത് താഴ്ത്ത പ്രദേശത്ത് ഒരു ഭാഗത്ത് 3 വരിപ്പാതയ്ക്ക് വേണ്ടിയുള്ള ടാറിങ്ങിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. സർവീസ് റോഡിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. മറുഭാഗത്ത് ഇനിയും വർക്കുകൾ നടക്കാനുണ്ട്. അവിടെ ഒന്നും ആയിട്ടില്ല. അതുപോലെ തന്നെ ചാലക്കുന്ന് വലിയൊരു കുന്ന് തന്നെയായിരുന്നു. അത് നല്ല രീതിയിൽ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇതുപോലെ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഈ ഭാഗത്ത് ഉണ്ടാകും. പക്ഷെ എന്നാൽ പോലും വളരെയധികം സ്ലോയിലാണ് ഈ ഭാഗത്ത് വർക്ക്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ എത്രത്തോളം വലിയ കുന്നുകളാണ് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ വളരെ സ്ലോയിൽ തന്നെയാണ് വർക്ക് നടക്കുന്നത്. ഇതേമാതിരത്തെ വർക്ക് തന്നെയാണ് ഇനിയുള്ളത് നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിലെ കുന്നിയോറ മലയിലും. അത് ഞാൻ പറഞ്ഞ ഏകദേശം ഒരു 10 മാസത്തിന്റെ ഒരു ഗ്യാപ്പാണ് നിങ്ങൾ ഈ ഭാഗത്ത് കാണുന്നത്. എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ 2 ക്ലിപ്പുകളും കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും.
അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു കണക്ക് കൂട്ടാൻ പറ്റും എന്നാണ് ഈ വർക്ക് കഴിയാന്ന്. 2026 അവസാനത്തോട് കൂടിയിട്ട് ഈ ഭാഗത്തെ വർക്ക് മിക്കവാറും പൂർത്തീകരിച്ച് യാത്ര ചെയ്യാൻ സാധിക്കില്ല. കാരണം ചെറിയ തോതിൽ നമുക്ക് ഓരോ ഭാഗങ്ങൾ തുറന്നു തരുമായിരിക്കും. പക്ഷെ എന്നാലും പൂർണ്ണമായിട്ട് 6 വരി പാതയിൽ കൂടെ യാത്ര നമുക്ക് ഈ ഭാഗത്ത് സാധിക്കുകയില്ല. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ചാലക്കുന്ന് കഴിഞ്ഞ് നമ്മൾ കീഴ്ത്തളി ഭാഗത്തേക്ക് പോകുന്ന പ്രദേശം കേട്ടോ. അപ്പൊ ഇവിടെയൊക്കെ വർക്ക് ഏകദേശം നിങ്ങൾ കണ്ടല്ലോ, ടാറിങ്ങിന്റെ വർക്ക് കഴിഞ്ഞ് സർവീസോട് കൂടെ വാങ്ങുന്ന ഒരു ഭാഗത്ത് പോയി തുടങ്ങിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മളെ കണ്ണൂർ ബൈപ്പാസ് തുടങ്ങുന്നത് കീഴ്ത്തളി നിന്നാണ് തുടങ്ങുന്നത്. കീഴ്ത്തളി തുടങ്ങുമ്പോൾ തന്നെ ഒരു വയഡക്റ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ചാനൽ നിഷാദ് പടിഞ്ഞാറ്റുമുറി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിഷാദ് പടിഞ്ഞാറ്റുമുറി എന്ന പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ദേശീയപാത 66 സംസ്ഥാന പാതയുടെയും തീരദേശപാത മലയോര ഹൈവേന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷനുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ചില സുഹൃത്തുക്കൾ കമന്റ് ചെയ്യുന്ന കാണാം ഇത് ലേറ്റസ്റ്റ് അപ്ഡേഷൻ അല്ലാന്ന്. ഇത് ലേറ്റസ്റ്റ് അപ്ഡേഷൻ അല്ല, കാരണം വീഡിയോ എടുത്ത അന്ന് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. അത് എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അതുകൊണ്ട് ഏകദേശം 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിനേക്കാളും പല മാറ്റങ്ങളും പണികൾ നടക്കുന്ന സ്ഥലത്ത് ദേശീയപാതയിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ നിലവിൽ ചാലക്കുന്നിന്റെ കാര്യങ്ങൾ ഇട്ടാ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.